ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വെട്ടത്തിൽ കൊണ്ട് അൺബോക്സ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ചെറിയ സർപ്രൈസ് കേട്ടോ. പിറന്നാൾ സമ്മാനമാണ് മോനുള്ളത്. അപ്പോൾ ഞങ്ങളുടെ മോൻ്റെ എന്താ പറയുക, ഒന്നാമത്തെ പിറന്നാളാണ് ഉത്രാട ദിനത്തിൽ. അപ്പം ബ്രദർ ഒരു വണ്ടി ഓർഡർ ചെയ്ത്, അപ്പോൾ നേരത്തെ അത് വന്നിട്ടോ. അപ്പോൾ അത് അൺബോക്സ് ചെയ്യുന്ന തിരക്കിലാണ് ബ്രദർ. അപ്പോൾ അൺബോക്സ് ചെയ്യുന്ന ഞാൻ വീഡിയോ എടുക്കുന്നു പറഞ്ഞപ്പോഴത്തേന് അണ്ണൻ ഓടിപ്പോയി എന്താ പറയുക, വെട്ടത്തിൽ എടുത്തുകൊണ്ട് ഞാൻ വെട്ടത്തിൽ കൊണ്ട് അൺബോക്സ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ വെട്ടത്തിൽ കൊണ്ട് അൺബോക്സ് ചെയ്യുന്നതാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ ഒരു ബൈക്കായിരുന്നു ഓർഡർ ചെയ്തത്. അപ്പം ബൈക്കെന്ന് പറഞ്ഞാൽ ചെറിയ ഒത്തിരി റേറ്റ് ആകത്തില്ല, ചെറിയ നമ്മുടെ സൈക്കിൾ കിട്ടുന്ന പോലത്തെ ബൈക്ക് കേട്ടോ. അപ്പോൾ അതിന് 2000 എനിക്കറിയത്തില്ല അതിൻ്റെ റേറ്റ്. എന്തായാലും ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഇടാൻ, കുഴപ്പമില്ല, നല്ല വണ്ടി കേട്ടോ. അതെല്ലാം ഞങ്ങൾ സ്ക്രൂ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചു. കാരണം പിറന്നാളിൻ്റെ 2 ദിവസം മുന്നേ ഇത് വന്നത്. അപ്പം പിറന്നാൾ ദിവസം കാണിക്കാമെന്ന് വിചാരിച്ചു. എല്ലാം നേരത്തെ തന്നെ സ്ക്രൂ ചെയ്ത് മോളെ സ്കൂളിൽ വിട്ട സമയത്ത് കേട്ടോ ഇതെല്ലാം വന്നത്. അപ്പം ഉണ്ടായിരുന്നെങ്കിൽ മോള് വീട്ടിലുണ്ടായിരുന്നെങ്കിൽ ഒന്നും നടക്കത്തില്ല. അപ്പം അതെടുത്ത് മുകളിൽ വെച്ചിട്ടുണ്ട്. പിറന്നാൾ ദിവസം കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പിറന്നാൾ ദിവസം എത്തിയിട്ട് ബട്ടർ സ്കോച്ചിൻ്റെ കേക്കായിരുന്നു ഓർഡർ ചെയ്തത്, 1 കിലോയുടെ. അപ്പോൾ മോൻ്റെ പേര് ശ്രീനന്ദ് എന്നാണ്, നന്ദുട്ടാന്ന് വിളിക്കും. അപ്പോൾ ഉത്രാടക്കുട്ടനാണ് ഞങ്ങളുടെ. അപ്പം തിരുവോണം ആയിട്ട് ഞങ്ങൾക്ക് ഉത്രാടത്തിനാണ് ആഘോഷങ്ങളൊക്കെ. അപ്പം നല്ല കേക്കായിരുന്നു കേട്ടോ. പക്ഷേ തണുപ്പങ്ങ് പോയപ്പോഴത്തേന് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായി. തിന്നാൻ ഒരു ചെടിപ്പുണ്ടായിരുന്നു വെച്ചാൽ മധുരം എല്ലാം കൂടെ ഭയങ്കര പാടായിരുന്നു. പിന്നെ മെലഡി എന്ന് പറയുന്നൊരു മുട്ടായി ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. ആ മുട്ടായും കൂടെ ഞങ്ങൾ വാങ്ങിച്ചത്. വലിയ സെലിബ്രേഷൻ അല്ലെങ്കിലും ചെറിയ രീതിയിൽ ഞങ്ങൾ ഒപ്പിച്ചെടുത്തെന്ന് പറഞ്ഞാൽ മതിയല്ലോ. മോളുടെ നല്ല സെലിബ്രേഷനായിട്ട് നടത്തിയതായിരുന്നു. പക്ഷേ മോൻ്റെ പല കാരണങ്ങൾ കൊണ്ടും പറ്റിയില്ല. പിന്നെ ചെറിയ വീഡിയോസാണ് ഞാൻ ഈ എടുത്തേക്കുന്നത് കേട്ടോ. അതെനിക്ക് ഷോർട്ട് വീഡിയോ ആക്കാൻ വേണ്ടിയാണ്. ഇൻസ്റ്റഗ്രാമിലും അതേപോലെ തന്നെ നമ്മുടെ യൂട്യൂബിലൊക്കെ ഞാൻ ഷോർട്ട് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ഇട്ടേക്കാം. അതേപോലെ തന്നെ നമ്മുടെ യൂട്യൂബിലാണെങ്കിൽ ഷോർട്ട് വീഡിയോയ്ക്കകത്ത് നമ്മുടെ ഈ വീഡിയോ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ടാകും. ഞാൻ എടുത്തേക്കുന്ന വീഡിയോ ഒന്നിച്ച് നല്ലൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിലാരും കാണണം കേട്ടോ. പിന്നെ എന്താ പറയുക, 2 പേരെ സെറ്റ് ചെയ്ത് നിർത്തി കേക്ക് മുറിക്കാൻ ഇച്ചിരി പാടായിരുന്നു കേട്ടോ. ഒരാളെ പിടിച്ച് നിർത്തുമ്പോൾ മറ്റേ ആൾ കേക്ക് തൊടാൻ പോകും. അങ്ങനെ എന്തായാലും ലാസ്റ്റ് ഞങ്ങൾ കേക്ക് മുറിക്കാൻ പോവുകയാണ്. ഞങ്ങൾ 3 കൂടെ പിടിച്ചുകൊണ്ടാണ് കേക്ക് മുറിക്കുന്നത്. അപ്പം മോൻ്റെ കോസ്റ്റ്യൂം ഞാൻ പറഞ്ഞില്ലല്ലോ. മോൻ്റെ കോസ്റ്റ്യൂം റെഡ് കളർ ഷർട്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മുടെ കല്യാണരാമൻ സ്റ്റൈലല്ലേ, തുണി എന്താണെന്ന് എനിക്കറിയില്ല, കല്യാണരാമൻ സ്റ്റൈലിലാണ് ഒരുങ്ങിയത്. അതേപോലെ തന്നെ തെങ്കാശിപ്പട്ടണത്തിലെ സുരേഷ് ഗോപി സിന്ദൂരം തൊടുന്നവർ സിന്ദൂരമൊക്കെ തൊട്ട് എന്താ പറയുക, എല്ലാം കൂടെ മിക്സഡ് ആയിട്ടുള്ള ഒരു കോസ്റ്റ്യൂമായിരുന്നു നന്ദുട്ടൻ്റേത്. പിന്നെ ഓണമല്ലേ, എല്ലാം കൂടെ എന്താ പറയുക, എല്ലാത്തിനും കൂടെ യോജിക്കുന്ന രീതിയിലായിരുന്നു. മോൾക്കാണെങ്കിൽ ഒരു ധാവണിയുടെ പാവാട ഉടുപ്പും കൂടെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ 2 കസിൻ സിസ്റ്റർ അതേപോലെ മാമിയും മാത്രമേ വന്നിട്ടുള്ളായിരുന്നു കേട്ടോ. പിന്നെ ചെറിയ രീതിയിൽ ഞാൻ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരുന്നത്, ചെറിയ ബലൂൺ വെച്ച് ചെറിയ രീതിയിലാണ് ഡെക്കറേറ്റ് ചെയ്തത്. പിന്നെന്താ പറയുക, ഈ ചെറിയ വീഡിയോസ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു ഷോർട്ട് വീഡിയോ ആക്കാൻ വേണ്ടി ചെയ്ത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വീഡിയോ വന്നത്. പിന്നെ പ്രത്യേകമായിട്ട് എൻ്റെ പുറമെ നടന്ന് വീഡിയോ എടുക്കാനൊന്നും അങ്ങനെ ആരുമില്ല കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഓരോ തിരക്കുകളാണ്. അപ്പം എനിക്ക് കിട്ടിയ വീഡിയോസൊക്കെയാണ് ഞാൻ ഈ പോസ്റ്റ് ചെയ്തേക്കുന്നത്. പിന്നെന്താ പറയുക, എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പം വീഡിയോ ഒക്കെ ആയില്ല, കട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞ് വീണ്ടും ടേക്ക് 2 രണ്ടാമത്തെ ടേക്ക് എടുക്കേണ്ടി വന്നു. വീണ്ടും ഞങ്ങൾ കട്ട് ചെയ്യുന്നതായിട്ട് പോയിരുന്നപ്പോഴത്തേന് ദേഷ്യം വന്ന്, കുഞ്ഞുണ്ടിക്കൊക്കെ ദേഷ്യം വന്നെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്യുന്ന രീതിയിലെടുത്തു. അപ്പോഴത്തേക്കും എണ്ണം തുണ്ടുമായിട്ട് അങ്ങ് മുറിച്ച് വെച്ചിരുന്നു. പിന്നീട് ഞങ്ങളുടെ ബൈക്ക് ഞങ്ങൾ കൊടുത്തു കേട്ടോ. ബൈക്ക് കൊടുത്തപ്പം കൊച്ചുമുണ്ടൊക്കെ എടുത്തുണ്ട് കേട്ടോ. അപ്പം കൊച്ചുമുണ്ടൊക്കെ എടുത്തുകൊണ്ട് അത് കയറി ഇരുന്നിട്ടുണ്ട്. അപ്പം ചെറുതായിട്ട് പിടിച്ച് നിൽക്കാറായിട്ടില്ല ആൾ, നമ്മൾ കൈ കൊണ്ട് പിടിക്കണം. അപ്പം ചെറുതായിട്ട് ഉരുട്ടി ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിലിരിക്കുമായിരുന്നു കേട്ടോ. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ മോള് വൈകുന്നേരം ആയപ്പോൾ മറ്റൊരു സർപ്രൈസ് കിട്ടി, പ്രതീക്ഷിക്കാതെ. എൻ്റെ ബ്രദറിൻ്റെ 2 കൂട്ടുകാരും എന്താ പറയുക, വണ്ടി കൊടുത്തു. ഒരു ജീപ്പായിരുന്നു കൊടുത്തത്. പിന്നെ എൻ്റെ കൂടെ അച്ഛ വിളിച്ചു. അച്ചായിക്ക് സന്തോഷമായി. പക്ഷേ എനിക്ക് കേക്ക് മുറിക്കുന്ന സമയത്ത് അച്ചായെ വിളിക്കാൻ പറ്റില്ല. അതെല്ലാവർക്കും ഭയങ്കര സങ്കടമായിപ്പോയി. കാരണം ആ തിരക്കും എല്ലാം കൂടെ വന്നപ്പോഴത്തേക്കിന് അച്ചായെ വിളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് പിള്ളേരുടെ ഇടയിലോട്ട് പോയപ്പോഴത്തേക്കിന് അതങ്ങ് വിട്ടുപോയി. അതങ്ങ് ഭയങ്കര സങ്കടമായിപ്പോയി കേട്ടോ. എന്താ പറയുക, അത് വിഷമമാണ്. എന്തായാലും പിന്നെ അതങ്ങനെ ഒരുവിധം മറക്കാൻ ശ്രമിക്കുക, കാരണം ഭയങ്കര വിഷമമായിപ്പോയതാണ്. പിന്നെ വൈകിട്ടൊക്കെ കിട്ടി. അപ്പോൾ ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. അതേപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം.